കോഴിക്കോട് കല്ലായിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. മലപ്പുറം സ്വദേശികളാണ് കസ്റ്റഡിയിലായവർ എന്നാണ് സൂചന. തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. നിഖിൽ, എന്തിനാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 കൂടിയാണ് ഇയാൾ ജോലി ചെയ്തിരുന്ന പാളയത്തെ ട്രാവൽസിൽ നിന്ന് പോലീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എന്ന വ്യാജേന ഈ കടയിൽ നിന്ന് ഈ അവരുടെ ട്രാവൽസിൽ നിന്ന് ബലമായി ഇയാളെ പിടിച്ചിറക്കുകയും എർട്ടിക കാറിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു. തുടർന്ന് ഈ ഷോപ്പിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ജീവനക്കാരൊക്കെ നൽകിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ കാർ മലപ്പുറം കരുവാരക്കുണ്ടിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി. തുടർന്ന് കസബ പോലീസ് ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുക്കുകയും കരുവാരക്കുണ്ടിലേക്ക് പോലീസ് സംഘം പോവുകയും ചെയ്തു. അവിടെ എത്തിയ ശേഷം 3 പേരെ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഒരാൾ ഈ വാഹനം വാടകയ്ക്ക് എടുത്ത് നൽകിയ ആളാണ്. ബാക്കി 2 പേർ കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവരാണ്. അതായത് ഇയാളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നേരിട്ട് ഉൾപ്പെട്ട ആളുകളാണ്. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഒരു സാമ്പത്തിക ഇടപാടാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ കാണാതായ ബിജുവിനെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഒരു പ്രതി കൂടി കേസിൽ പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ പ്രതിക്കൊപ്പം കാണാതായ യുവാവും ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഉന്മേഷ്, ശരി. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.